ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് അങ്ങ് ലണ്ടനിൽ പോയി അടികൊണ്ട കേരളത്തിന്റെ പബ്ലിക് ക്ലോസറ്റ് ഹാരിഫ് ഹുസൈനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ? സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ അങ്ങ് ഏറിൽ തന്നെയാണ്. പോരാത്തതിന് ഇവൻ തന്നെ മറ്റേ കോയ കോളിംഗ് എന്ന ആ ഒരു കുണച്ച പ്രോഗ്രാമിലുണ്ട്. ഇവൻ ഈ അടികൊണ്ട് ഓടിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപാര തൊലിക്കട്ടി തന്നെയാണ് ഈ കൂതറയുടെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സ്വന്തം മാതാവിനെ തള്ളിപ്പറഞ്ഞ, സഹോദരങ്ങളെ തള്ളിപ്പറഞ്ഞ, സ്വന്തം ഭാര്യയും മക്കളെയും തിരിഞ്ഞു പോലും നോക്കാതെ ലോകം മുഴുവൻ നടന്ന് പിൻഗാമിയായിട്ട് കുറെ കീടങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ന്യൂജനാണ് കേട്ടോ. പോളി വിടുന്ന വളിയും പൊക്കി പിടിച്ചുകൊണ്ട് കുറെ മരവാണങ്ങൾ വന്നിട്ടുണ്ട്. അതും നമ്മുടെ ന്യൂജനാണ് കേട്ടോ. ന്യൂജൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ എവിടെയാണ് ഈ ചെന്നെത്തുന്നത്. എന്തായാലും ഇതിനൊക്കെ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് ഒരു കിണ്ണം കാച്ച മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം മുസ്ലിം പുരുഷനിൽ അവിഹിതത്തിലുണ്ടായിട്ടുള്ള മകളെ വിവാഹം കഴിക്കാം എന്നാണ് മുസ്ലിം നാമധാരികളായിട്ടുള്ള ജബ്ബാറും ഈ ജാമിദ എന്നൊക്കെ പറഞ്ഞ ചില ഊളികൾ വന്ന് പറയുന്നത്. എന്തായാലും ഇവന് ഈ നാസ്തിക വാണത്തിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ ഉള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവനെക്കാട്ടിയൊക്കെ എന്തുകൊണ്ടും ഭേദമാണ് മറ്റേ ലിയാഖത്ത് എന്ന് പറയുന്നൊരു സാധനം. അവൻ എല്ലാ മതത്തെക്കുറിച്ച് വിമർശിക്കും. അത് മാന്യമായ രീതിയിലാണ് അവൻ വിമർശിക്കുന്നത്. ഇതുപോലത്തെ പുഴുത്ത വർത്താനങ്ങളൊന്നും വായിന്ന് വരാറുമില്ല. എന്താണെങ്കിലും നമ്മുടെ ഈ ഹാർപ്പിക്കിൻ്റെ കൃമികീടങ്ങൾ പറയുന്നതിന് നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ലണ്ടനിൽ പോയി ആരിഫ് തേഞ്ഞെന്നാണ് 2 ദിവസമായിട്ടുള്ള വാർത്ത. നമ്മൾ 21-ാം നൂറ്റാണ്ടായി, നമ്മള് റോക്കറ്റൊക്കെ വിട്ട് കഴിഞ്ഞു, ചൊവ്വയിലേക്ക് മനുഷ്യർ പോകാൻ പോണു, ക്വാണ്ടം ഫിസിക്സിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അച്ഛന് അവിഹിതത്തിലുണ്ടായ മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നൊക്കെയാണ് നമ്മുടെ ചർച്ച. ഇപ്പൊ ജയിക്ക് വല്ല സംസാരിക്കാനുണ്ടല്ലോ. 2026-ലും ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചാടിത്തുള്ളി വെട്ടാൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇസ്ലാം ചർച്ചയാവൂലേ? അപ്പൊ ഇസ്ലാമിന്റെ കൂടെ തന്നെ ഈ ഇസ്ലാം ഖുറാനിലുള്ളതും ചർച്ചയാവല്ലോ. അത് ഖുറാനിലില്ലെന്നാണ് പറയുന്നത്. ഇത് കുറെ ന്യൂജൻ ആൾക്കാരുണ്ടല്ലേ, ഹദീസിനൊക്കെ എഴുതി തള്ളുന്ന കുറെ ന്യൂജൻ സുഡാപ്പികൾ ഇറങ്ങിയിട്ടുണ്ട്. അതെന്ന് ഖുറാനെ വെളുപ്പിച്ച് പരന്നു കൊണ്ടുവരാം. സംഭവം ഖുറാനിലുണ്ടോ ചോദിച്ചാൽ എന്റെ അറിവിൽ ഖുറാനിൽ ഇല്ല എന്നാണ്. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ചാണകസംഖ്യ നിന്റെ നിലവിൽ അറിവില്ല, അങ്ങനെ ഒരു സംഭവമില്ല, ഖുറാനിലില്ലാതെ നിനക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് എളുപ്പനാണോ അല്ലാതെ ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് ആർപ്പിക്കിനെ വെളുപ്പിക്കാൻ നിൽക്കുന്നത്? പിന്നെ നീ ഒരു കാര്യം പറഞ്ഞു ഖുറാനിലുണ്ടെന്ന് ഇന്ന് തപ്പി നോക്കണമെന്ന്. എന്റെ ചാണകസംഖ്യ നീ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ കാർ എണിച്ചിട്ടില്ല, നിന്റെ വീട്ടിലേക്ക് പോവാ, വീട്ടിൽ പോയിട്ട് നിന്റെ പെണ്ണും പള്ളി ഉണ്ടല്ല, അത് അവിടെ ഉണ്ടെന്ന് നല്ലോണം തപ്പി നോക്ക്. നീയൊക്കെയുള്ള ഈ കാറിൽ നിന്ന് കൊണയടിക്കുമ്പോൾ അവരുണ്ടല്ല വേറെ എവിടെയും ഇരുന്നിട്ട് ഒരു 1.5 കൊണയടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ചാണകസംഖ്യ ഒരാളുടെ ഇല്ലാത്ത കാര്യം പറയുമ്പോൾ അതിനെ എതിർക്കാൻ പാടില്ലെന്നാണോ നീയൊക്കെ പറയുന്നത്? അന്തസ്സുള്ളവരുണ്ടല്ലോ, ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ ആൾക്കാരുണ്ടല്ല, അങ്ങനെയുള്ള ആൾക്കാരാ നല്ലോണം എതിർക്കും. അതായത് നീയൊക്കെ ഉണ്ടല്ലോ നിന്റെ മാതാവിനെ കുറിച്ച് ആരെങ്കിലും വൃത്തികേട് പറഞ്ഞാൽ കേട്ട് അനങ്ങാതെ ഇരിക്കുമായിരിക്കും. പക്ഷെ അന്തസ്സുള്ള ആൾക്കാരുണ്ടല്ല, മാതാവിനെ കുറിച്ച് ആരെങ്കിലും വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടില്ല വേണ്ടത് കൊടുത്തിട്ടില്ല, കണ്ട വഴി ഓടിക്കും. ഞാനിപ്പോ എന്താണ് പറഞ്ഞു വന്നത്? ചാണകസംഖ്യ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. നമുക്ക് എന്തായാലും ഈ മൊണ്ണേഷ് കുമാർ സംഖ്യയുടെ അടുത്ത കുരുപട്ടിൽ നിന്ന് കണ്ടിട്ട് വരാം. ഞാൻ ചാച്ചിപ്പിറ്റോടും ജമിനിയോടും ലോകത്തുള്ള സകല വിഷയം ഹദീസിലല്ല ചാണകസംഖ്യ അതുള്ളത്, നിന്റെ പെണ്ണുമുടെ അവിടെയുണ്ടല്ല, അവിടെയായിരിക്കും ചിലപ്പോ അതുള്ളത്. എന്നെ കൊണ്ട് നീയുള്ള വൃത്തികേട് പറയിപ്പിക്കല്ല ചാണകസംഖ്യ. ആദ്യം നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ വായി ഇങ്ങനെ ഒലിച്ചു വരുന്ന ഉമിനിട്ടുണ്ടല്ല, അതുണ്ടല്ല, അത് നല്ലോണം തുടക്ക് നീ. പിന്നെ ചങ്ങായിമാറ നിങ്ങളിൽ ഇപ്പൊ ചാറ്റ് ജിപിയിൽ എന്തോ തപ്പി എന്ന് പറഞ്ഞ കുലസി സംഘടന കണ്ടില്ലേ? ആ കുലസി സംഘടന ആരാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? അത് വേറെ ആരുമല്ല, കുറച്ചു കാലം മുന്നേ കാമുകന്റെ കൂടെ ഡിങ്കോൾഫിക്ക സുഡാലിക്കൊക്കെ പറ്റുന്നില്ല നോക്കി സ്വന്തം മകനെ ക്രൂരമായി മർദ്ദിച്ച ഒരു അമ്മയുടെ വാർത്തകൾ കേട്ടിട്ടില്ലേ? അതെ, ആ വാർത്തയിൽ നിങ്ങൾ കേട്ട അമ്മയുണ്ടല്ല, ആ അമ്മയാണ് ഇത്. അനുപമ എം ആചാര്യ എന്ന കുലസി സംഘടനയാണ് ഇത്. അതുകൊണ്ട് കാറിലിരിക്കുന്ന ലവന്മാരുടെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ ഊഹിക്കാലോ. ഇത്രയും വൃത്തികെട്ട നാടുകളാണ് പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ല, ഖുർആനെ കുറ്റം പറയാൻ നിൽക്കുന്നത്. ഷാഫിയുടെ പഠനങ്ങളിൽ ഉണ്ട് എന്നാണ് ഞാൻ തപ്പിയെ പറഞ്ഞത്. അതിൽ ഇത്ര ഉള്ള കാര്യം, ഇസ്ലാമികമല്ലാതെ നിങ്ങളൊരു കല്യാണം കഴിച്ചാൽ അതിലുണ്ടാവുന്ന കുട്ടി നിങ്ങളുടെ ഒറിജിനൽ കുട്ടിയാണ്. എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ, വിശ്വാസികൾ ഇത് പിന്തുടരുന്നുണ്ടോ? അവിടെ ഉണ്ടായിക്കോട്ടെ ഇവിടെ ഉണ്ടായിക്കോട്ടെ, ഇപ്പൊ ഹിന്ദു മാത്രം എന്തൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് ഫോളോ ചെയ്യുന്നു. അതുമാതിരി ഇത് വിശ്വാസികൾ അറിഞ്ഞിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാല് സത്യത്തിൽ ഈ വിശ്വാസികൾക്ക് ഖുർആൻ അറിയില്ല. ലണ്ടനിൽ പോയി ആരിഫ് തേഞ്ഞെന്നാണ് 2 ദിവസമായിട്ടുള്ള വാർത്ത. നമ്മൾ 21-ാം നൂറ്റാണ്ടായി, നമ്മള് റോക്കറ്റൊക്കെ വിട്ട് കഴിഞ്ഞു, ചൊവ്വയിലേക്ക് മനുഷ്യർ പോകാൻ പോണു, ക്വാണ്ടം ഫിസിക്സിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അച്ഛന് അവിഹിതത്തിലുണ്ടായ മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നൊക്കെയാണ് നമ്മുടെ ചർച്ച. അയ്യേ, എന്ത് മോശപ്പെട്ട ചർച്ചയ്ക്കാണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷേ എന്റെ തൊലിയം കുരിഞ്ഞു പോയി, നാണക്കേട്. അത് പോട്ടെ പാർവതി, നമ്മുടെ ഈ പുരോഗമനവാദികളുടെ 21-ാം നൂറ്റാണ്ടിലെ ചർച്ച എന്താ? ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില വിഴുങ്ങിയ പറഞ്ഞത് എന്താന്ന് പറഞ്ഞത് പാർവതിക്കും അല്ല മനസ്സിലായ? 21-ാം നൂറ്റാണ്ടിലെ പുരോഗമനം എന്ന് പറഞ്ഞാൽ
കൺസെന്റ് ഉണ്ടെങ്കിൽ, സമ്മതം ഉണ്ടെങ്കിൽ സ്വന്തം മാതാവിനോട് ഒപ്പം വരെ ക്ഷയിക്കാന്ന് പറഞ്ഞത്. പാർവതി കേട്ടാ? കേട്ടില്ല. സമ്മതമുണ്ടെങ്കിൽ, അവർ അനുവാദം ഉണ്ടെങ്കിൽ സ്വന്തം മാതാവിനോടൊപ്പം ക്ഷയിക്കാമെന്ന്. 21-ാം നൂറ്റാണ്ടിലെ പുരോഗമനം. ഈ നിങ്ങളാണ് നാട്ടുകാരെ ഇല്ലാ കഥകൾ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത് അല്ലേ? ഇടയ്ക്ക് വേറൊരുത്തം വന്നല്ലേ, ഇവിടെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ആ പറ, എന്താ? ഷാഫി പറമ്പിലാണ്. എന്റെ നിർഗുണ വസന്തങ്ങളെ, ഏതെങ്കിലും ഒരു മുസൽമാൻ അല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം മകളെ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എവിടെയും പറഞ്ഞില്ല. ഖുർആനിൽ അതില്ല. നിങ്ങൾ ഉണ്ട് എന്ന് 100 വട്ടം വാദിച്ച് ജനങ്ങളുടെ മുമ്പിൽ ജയിക്കാൻ തോന്നി. ആകെ നാണം കെട്ടെന്ന് മാത്രമല്ല, ഉടുതുണി വരെ ഒഴിഞ്ഞുപോയി. ഖുർആൻ ഇല്ലാത്തതുകൊണ്ടാണോ മനുഷ്യരാരും അങ്ങനെ ചെയ്യാത്തതും? മനുഷ്യരങ്ങനെ ചെയ്യാറില്ല. ഇനി പോട്ടെ. എന്നാൽ നിങ്ങളോ സ്വന്തം മാതാവിനോടൊപ്പം ക്ഷയിക്കാമെന്ന് സമൂഹത്തോട് നിങ്ങൾ പറയാണ്. നിങ്ങളുടെ ധാർമ്മികതയിൽ സ്വന്തം മാതാവിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ അവരുമായി ഭോഗിക്കൽ അനുവദനീയമാണ്, അധർമ്മമല്ല. ഇസ്ലാമിൽ സ്വന്തം മകളെ കെട്ടൽ അധർമ്മമാണ്. എടാ സുരേഷ, വല്ല പണിക്കും പോടാ, വല്ല തൊഴിലുറപ്പിനും പോടാ, വല്ല പണിക്ക് പോയി 10 പൈസ ഉണ്ടാക്കടാ. ഈ കാറയിരുന്ന് നാട്ടുകാരുടെ കൊതിയും നുണയും പറഞ്ഞ് കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനാണ് ഈ ക്ലോസറ്റ് ആരിഫ് എന്നുള്ളത് അവരുടെ കുടുംബം നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ പിഴച്ചുണ്ടായ സന്ധിതയെ തലക്കടിച്ച് അവർ പറഞ്ഞു വിട്ടത്. അത് മോശം എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് അല്ലേ? സ്വന്തം അച്ഛന് അവിഹിതത്തിലുണ്ടായ മകളെ കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ആ മകളുമായിട്ട് ലൈംഗിക ബന്ധം പാടുണ്ടോ എന്നൊക്കെയാണ് ചർച്ച. മോശം പറഞ്ഞാൽ അങ്ങേയറ്റം മോശം. ഈ ഒരു ചർച്ചയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇസ്ലാമാണ്, ഖുർആനാണ്. ഖുർആൻ സൂറത്ത് നിസാ 23-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ മകൾ എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലാതെ വിവാഹത്തിലുണ്ടായ മകൾ, അല്ലാത്ത മകൾ എന്നൊന്നും വേർതിരിവൊന്നും അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മകൾ, സഹോദരി, മാതാവ് ഇവരുമായിക്കൊണ്ട് ലൈംഗിക ജീവിതം പാടില്ല, ഇവരെ കല്യാണം കഴിക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ, ഇതാണല്ലോ ഖുർആന്റെ കൽപ്പന എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ എന്തിനാണ് ഖുർആൻ ഇത്തരത്തിലൊരു ചർച്ച കൊണ്ടുവരുന്നത്? ആരെങ്കിലും സ്വന്തം മാതാവിനെ കല്യാണം കഴിക്കുമോ? ആരെങ്കിലും സ്വന്തം സഹോദരിയെ കല്യാണം കഴിക്കുമോ? ആരെങ്കിലും സ്വന്തം മകളെ കല്യാണം കഴിക്കുമോ? ഇതാണല്ലോ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കുറച്ച് കല്യാണങ്ങൾ കാണിക്കാം. അതെല്ലാം ഇന്ത്യയിൽ നടന്നതാണ്. ഈ റീസെന്റ് നടന്ന കുറച്ച് കല്യാണങ്ങളാണ്. ഇപ്പോൾ കാണുന്നത് സ്വന്തം പിതാവ് മകളെ കല്യാണം കഴിച്ചതിന്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. അതും ഒരു സ്വന്തം പിതാവ് സ്വന്തം മകളെ തന്നെ കല്യാണം കഴിച്ചതിന്റെ ഒരു ചിത്രമാണ് കാണുന്നത്. ഇത് സ്വന്തം മകൻ, മൂത്ത മകൻ സ്വന്തം അമ്മയെ കല്യാണം കഴിച്ചതിന്റെ ഒരു വീഡിയോ ആണ് ആ കാണുന്നത്. അത് മൂത്ത മകനാണ് അമ്മയെ കല്യാണം കഴിച്ചത്. ഇതും സ്വന്തം പിതാവ് മകളെ കല്യാണം കഴിച്ച, ഇതെല്ലാം ഇന്ത്യയിലാണ് കേട്ടോ നടന്നിട്ടുള്ളത്. സ്വന്തം പിതാവ് മകളെ കല്യാണം കഴിച്ചതിന്റെ വീഡിയോ ആണ് കാണുന്നത്. ഇത് സ്വന്തം പെങ്ങൾ സ്വന്തം സഹോദരനെ, സ്വന്തം കൂടപ്പിറപ്പിനെ കല്യാണം കഴിച്ചതിന്റെയാണ് ആ കാണുന്നത്. ഇവിടെയാണ് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുർആനിന്റെ കൽപ്പന പ്രസക്തമാകുന്നത്. നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ മകൾ ഇവരുമായിക്കൊണ്ട് ലൈംഗിക ജീവിതം പാടില്ല, ഇവരുമായിക്കൊണ്ട് വിവാഹ ജീവിതം പാടില്ല എന്ന ഭാഗം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇനി എനിക്ക് ഇവിടുത്തെ നാസ്തികരോട് ചോദിക്കാനുള്ളത്, ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യം കാണിച്ച ആ സഹോദരി അവർ എത്തിസ്റ്റ് സംഘടനയുടെ പ്രവർത്തകയൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? സ്വന്തം മാതാവുമായിക്കൊണ്ട്, സ്വന്തം സഹോദരിയുമായിക്കൊണ്ട്, സ്വന്തം മകളുമായിക്കൊണ്ടുള്ള ലൈംഗിക ജീവിതം, അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ലിറ്റ്മസ് 2019 എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു പരിപാടിയിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് നിങ്ങളൊരു പ്രമേയം പാസ്സാക്കിയിരുന്നു. അഥവാ സ്വന്തം മാതാവുമായിക്കൊണ്ട്, പെങ്ങളുമായിക്കൊണ്ട്, മകളുമായിക്കൊണ്ടുള്ള ലൈംഗിക ജീവിതം അവർക്ക് സമ്മതമാണ് എങ്കിൽ അത് തെറ്റല്ല എന്നതായിരുന്നു നിങ്ങൾ പാസ്സാക്കിയ ആ പ്രമേയം. പിന്നീട് വലിയ വിമർശനം ഉണ്ടായ സമയത്ത് നിങ്ങൾ ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് ആ നിലപാട് തിരുത്തേണ്ടി വന്നു. സ്വന്തം മാതാവിന്റെ കാൽപാദങ്ങൾക്കടിയിലാണ് സ്വർഗമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതത്തിൽ ജീവിക്കുന്ന ഒരു മുസൽമാന് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലുണ്ടാകില്ല. സ്വന്തം സഹോദരി, സ്വന്തം മകൾ, സ്വന്തം ഉമ്മ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? പക്ഷെ ചിന്തിക്കാൻ സാധിക്കും. ആർക്കാന്നറിയാം? ഇവനെ പോലെ പിഴച്ചുണ്ടായിട്ടുള്ള പിഴച്ചോളി സന്തതികൾക്ക് കാരണം സാധിക്കത്തുള്ളൂ. ആ പാവം മാതാവ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നേരത്തെ ഇവനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയെന്നുള്ളത് നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കണ്ട നിങ്ങൾ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.